ഒത്തിരി പേഷ്യൻസിൽ ഇപ്പോൾ കാണുന്നൊരു കോമൺ കംപ്ലയിൻ്റ് ആണ്. നമ്മൾ കമ്പി ഇട്ട് അല്ലെങ്കിൽ അലൈനർ യൂസ് ചെയ്ത് നമ്മുടെ സ്പേസ് എല്ലാം കറക്റ്റായി, നിരതെറ്റിയതെല്ലാം നേരെയായി, തള്ളിയിരിക്കുന്നതൊക്കെ കറക്റ്റായി. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പം ഇതൊക്കെ വീണ്ടും പഴയതുപോലെ തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു ഇൻകറക്റ്റ് റീറ്റെയിനർ യൂസേജ് അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള യൂസേജ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂ പൊസിഷനിലേക്ക് അതിൻ്റെ ചുറ്റുമുള്ള ബോൺ, ഗംസ്, ഫൈബേഴ്സ് അതിനൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ആ സ്റ്റെബിലൈസേഷൻ പീരീഡിൽ പല്ലിനെ ഈ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീറ്റെയിനേഴ്സ് യൂസ് ചെയ്യുന്നത്. പല ടൈപ്പ് റീറ്റെയിനേഴ്സ് ഉണ്ട്. ഫിക്സ്ഡ് ആയിട്ടുള്ള റീറ്റെയിനേഴ്സ് ഉണ്ട്. നമ്മുടെ വായ്ക്കകത്ത് തന്നെ നമ്മൾ ഫിക്സ് ആക്കി വെക്കുന്നതാണത്, പുറമെ വിസിബിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഊരി മാറ്റി എടുക്കാവുന്ന റീറ്റെയിനേഴ്സ് ഉണ്ട്. ലൈക്ക് ഈ വയറുള്ള ടൈപ്പ് ഹോളീസ് റീറ്റെയിനർ, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ട്രേ പോലെ വരുന്ന ക്ലിയർ റീറ്റെയിനേഴ്സ്, ഇങ്ങനെ പല ടൈപ്പ് റീറ്റെയിനേഴ്സ് ഉണ്ട്. നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഓർത്തഡോണ്ടിസ്റ്റ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. ഏത് ടൈപ്പ് റീറ്റെയിനർ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റീറ്റെയിനറിൻ്റെ ഒരു വെയർ ഷെഡ്യൂൾ. യൂഷ്വലി നമ്മൾ സജസ്റ്റ് ചെയ്യുക ഒരു ഫസ്റ്റ് 6 months ഫുൾ ടൈം റീറ്റെയിനർ യൂസ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും അല്ലാത്ത ബാക്കി എല്ലാ സമയത്തും നമ്മൾ റീറ്റെയിനർ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മളിത് നൈറ്റ് വെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക രാത്രി. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കാലം റീറ്റെയിനേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ളത് ടോട്ടലി നമ്മൾ ഓർത്തഡോണ്ടിസ്റ്റിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം കേസ് ടു കേസ്. ആ പുതിയ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ, അത്ര തന്നെ ബ്യൂട്ടിഫുൾ സ്മൈൽ ഫോർ എവർ കീപ്പ് ചെയ്യാനുള്ള ഒരു ഇൻഷുറൻസ് ആണ് റീറ്റെയിനേഴ്സ്. So use it wisely, which will solve your problems.